യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്നോട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഹയർ പ്രൊബബിലിറ്റി ട്രേഡ് സെറ്റപ്സുകൾ ഫൈൻഡ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വശം ഫസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഡിമാൻഡ്, ഇതൊരു ഫോർവേഡ് ടൈം ഫ്രെയിമിലെ ഒരു ഡിമാൻഡ് ലെവലാണെന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇമാജിൻ. ഓക്കെ, സോ നമുക്കറിയാം ഒരു ഫോർവേഡ് ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടായാലും ഒബ്വിയസ്ലി ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, ഒരു മൊമെന്റം ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഈ ഒരു ലെവലിൽ ഒരു ന്യൂ ഡിമാൻഡ് ഫോം ചെയ്യും. മാർക്കറ്റ് എന്ത് ചെയ്യും, ആ ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്യും, അടുത്തൊരു ബ്രേക്ക് മേലോട്ടേക്ക് വരും. എന്നിട്ട് കൂടെ എന്ത് ചെയ്യും, പുതിയൊരു ഡിമാൻഡ് ഫോം ചെയ്യും. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ആ ഒരു സോണിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു സോൺ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു എക്സ്ട്രീം സോൺ ചിലപ്പോൾ നമുക്ക് ചെറിയ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ തരും. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യും, തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം സ്ട്രോങ് ആയിട്ട് മേലോട്ടേക്ക് പോകുന്നത് കാണാൻ കഴിയും. ഓക്കെ, സോ ഈ ഒരു സോണ് എന്തായിരിക്കും, ഒരു ട്രാപ്പ് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ എക്സ്ട്രീം സോൺ എന്ത് ചെയ്യും, മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും. സോ ഒരു സിമ്പിൾ പാറ്റേൺ ആണ്. സോ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു സപ്ലൈൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്നു. ഓക്കെ, സോ മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു എം എസ് വന്നിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തൊരു സപ്ലൈ ഉണ്ടാവും. സപ്ലൈ ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് ഒരു സപ്ലൈയും കൂടി ഫോം ചെയ്യും. സോ മാർക്കറ്റ് ഈ ഒരു സോൺ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്തിട്ട് എക്സ്ട്രീം ലെവൽ ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റപ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സാധാരണ സെറ്റപ്സുകളേക്കും നോർമൽ ഓർഡർ ബ്ലോക്സിനേക്കായും അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഫോം ചെയ്യുന്ന സപ്ലൈ ഡിമാൻഡ്സിനേക്കായും വിൻ റേറ്റ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മളിവിടെ GBP/USD ഒരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും GBP/USD ഈ ഒരു പോർഷൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു നമുക്ക്. ഓക്കെ, സോ ഈ ഒരു ബ്രേക്ക് തന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഡിമാൻഡ് ലെവല് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, തൊട്ടടുത്ത് വരെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അടുത്തൊരു സ്ട്രക്ചർ വീണ്ടും ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഈക്വൽ ലോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്തു, ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് എന്ത് ചെയ്തു, അടുത്തൊരു സോണ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ആ സോൺ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്വിയസ്ലി അവിടുന്ന് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ഹൈ വരെ റീച്ച് ചെയ്തിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും താഴോട്ടേക്ക് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എക്സ്ട്രീം ലെവൽ മാർക്കറ്റ് ജസ്റ്റ് ടച്ച് ചെയ്ത സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലിക്വിഡിറ്റി എടുത്ത ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റും. വളരെ ഒരു സ്ട്രോങ് മൊമെന്റത്തോടു കൂടി മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സോൺസുകൾ മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യും, നല്ല റിയാക്ഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു കേസിൽ ഇവിടെ തന്നെ കാണാൻ കഴിയും. നമുക്കിവിടെ ജസ്റ്റ് നോക്കാം, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ വീണ്ടും എന്ത് ചെയ്തു, ഇവിടെയും ബ്രേക്ക് ചെയ്തു, അതുപോലെ എവിടെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഡിമാൻഡ് ആണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ബൈ ചെയ്യാൻ നോക്കും. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ റെസ്പെക്ട് ചെയ്യാതെ ഈ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്തു, തിരിച്ച് മേലോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് മനസ്സിലാക്കുക, മാർക്കറ്റ് ഒരു ഡിമാൻഡിൽ വന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വാട്ടെവർ ഒരു സ്ട്രക്ചർ ഇപ്പോൾ ഈ രീതിയിൽ ഫോം ചെയ്തു. ഓക്കെ, ബ്രേക്ക് വന്നു, ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു ഡിമാൻഡ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. സോ നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ട്, ഒരു ഡിമാൻഡ് ലെവൽ ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ഡിമാൻഡിനേക്കാളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിമാൻഡ് ആയിരിക്കും. മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്നായിരിക്കും നമുക്കൊരു സ്ട്രോങ് മൂവ്മെന്റ് തരാനുള്ള കൂടുതൽ പോസിബിലിറ്റി. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ട് ഇവിടെയും ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സോൺ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ സോൺ ഇറ്റ് സെൽഫ് ഒരു ഇൻഡ്യൂസ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ലോവർ ലെവൽസിൽ നിന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇന്ന്
ജസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള പാറ്റേൺസ് എന്ത് ചെയ്യുക, ചാർട്ട് എടുത്തിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. എന്ത് ചെയ്യാം, കൂടുതൽ എക്സാമ്പിൾസ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും കൂടുതൽ പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്ക് ത്രൂ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. താങ്ക് യു.